ഹാരിസിനെ കുടുക്കാനാണോ നീക്കം എന്നാണ് ചോദ്യം. സുജയ പാർവതി, എന്തു തോന്നുന്നു? ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ ജബ്ബാർ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് പ്രിൻസിപ്പൽ പി കെ ജബ്ബാർ നടത്തിയ വാർത്താ സമ്മേളനം പോയത് ആ രീതിയിൽ തന്നെയാണ്. നേരത്തെ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ HODയുടെ മുറി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന 4-ാം തീയതിയാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നത്. അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണ്. ആ മുറിയിൽ നിന്ന് ഈ പരിശോധിച്ചപ്പോൾ വലിയൊരു ബോക്സ് കണ്ടെത്തി. ഓഗസ്റ്റ് 2-ന് മോസ്ലോസ്കോപ്പ് വാങ്ങിച്ചതിന്റെ ബില്ലുകളും ഇവിടെ നിന്ന് കണ്ടെത്തി. ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്നതുകൂടി പ്രിൻസിപ്പൽ പി കെ ജബ്ബാറിന്റെ വാക്കുകളുണ്ട്. എന്താണ് ഈ അസ്വാഭാവികത? ആ ഉപകരണം എന്താണ് എന്നത് തുറന്നു നോക്കി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പിന്നെ ഈ ഡെലിവറി ചെല്ലാനും അതുപോലെ തന്നെ ബില്ലും എന്താണ് എന്നത് പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അദ്ദേഹം അവിടെ വന്നിരിക്കുക. എല്ലാത്തിനെയും നമുക്ക് ബില്ലെന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ. ഇൻവോയ്സ് ഏതാണ്, അതുപോലെ തന്നെ ചെല്ലാൻ ഏതാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് തൊട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രേഖയാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് മുതൽ മുകളിലോട്ടുള്ള ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു പ്രിൻസിപ്പലിന്, മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അദ്ദേഹം ആ പദവിയിൽ തുടരുന്നതിൽ തന്നെ എന്തർത്ഥമാണ് ഉള്ളത്? അതോ ആരുടെയെങ്കിലും റിമോട്ട് കൺട്രോൾ അനുസരിച്ച് ആ വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുകയായിരുന്നോ? അതാണ് അറിയേണ്ടത്. ആ വന്ന ഫോൺ കോൾ ആരുടേതാണ്, ആര് പറഞ്ഞിട്ടാണ് ഈ ഭാഗം വായിക്കുന്നത്? സാധാരണ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ നേതാക്കൾ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി അവരുടേതായ ഒരു പ്ലാൻ അനുസരിച്ചായിരിക്കും അവർ വന്ന് ഇരിക്കുക. അത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് ആ വാർത്താ സമ്മേളനം നടത്തുന്ന എല്ലാ പാർട്ടികളുടെയും വക്താക്കളോ നേതാക്കളോ ഒക്കെ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ പാർട്ടിയുടെ അജണ്ടയും പാർട്ടിയുടെ പ്ലാനും കരുതിക്കൊണ്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ്. അവരവിടെ നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ അവരോട് പറഞ്ഞ കാര്യങ്ങളിൽ വിശദീകരണം നൽകണം എന്നവർക്ക് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയണം. അത് കൃത്യമായും സത്യസന്ധമായും നൽകണം. ഇതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ചാണ് അവർക്ക് ഈ കാര്യങ്ങൾ പറയാൻ സാധിച്ചത്? സ്വന്തം താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ പദവിക്ക് അനുസരിച്ച് കൊണ്ടാണോ അവർ ആ വാർത്താ സമ്മേളനം നടത്തിയത് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്കിടയിൽ വന്ന ആ ഫോൺ കോളുകൾ തന്നെയാണ്. ആ ഫോൺ കോളുകൾ എന്ന് പറയുന്നത് അതിലേക്ക് വന്നിട്ടുള്ള ഇന്റർഫറൻസ് ആണ്. ആ ഇടപെടൽ അത് ആരുടെ ഇടപെടലാണ്? സർ എന്ന് വിളിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ആ ഫോൺ കോൾ അത് ആരോഗ്യമന്ത്രിയിൽ നിന്നാണോ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ, ബന്ധപ്പെട്ടവരിൽ നിന്നാണോ? അത് വ്യക്തമാക്കണം. കാരണം ഈ നിർദ്ദേശം അനുസരിച്ച് ഉടൻ തന്നെ ആ റിപ്പോർട്ട് വായിക്കുന്നതിനായിട്ടാണ് ആദ്യത്തെ കോൾ വരുന്നത്. പക്ഷേ അതനുസരിച്ച് അത് വായിക്കുന്നില്ല. ആദ്യത്തെ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഇത് വായിക്കാനാണ് പറഞ്ഞു കൊടുത്തത്. ആ പ്രോംപ്റ്റ് മനസ്സിലായില്ല. ആ പ്രോംപ്റ്റ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായില്ലല്ലോ, എന്നാൽ അടുത്തവനെ വിളിക്കടാ എന്ന് പറഞ്ഞു കാണും. അപ്പോൾ അടുത്തവനെ വിളിക്കുന്നു. അടുത്തവനെ വിളിക്കുമ്പോഴേക്കും അതിൽ ഉടനെ അടുത്ത നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് വായിക്കാനാണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ്. പക്ഷേ അവിടെ ക്യാമറയുണ്ടെന്നും ആ ക്യാമറയിൽ കൃത്യമായി ഈ ശബ്ദങ്ങൾ കൂടി പിടിക്കുന്നുണ്ട്. കാരണം ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് ഈ നിർദ്ദേശങ്ങൾ കിട്ടുന്നതും അതിൽ കൃത്യമായും അദ്ദേഹത്തിന്റെ പോസ്റ്റിനേക്കാൾ, സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും പോസ്റ്റിനേക്കാൾ മുകളിലുള്ള ആരോഗ്യ വകുപ്പുമായി അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു മറുതലയ്ക്കൽ എന്നത് വ്യക്തമാണ്. ഇങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ ഇടപെടൽ വരുന്നത്. അപ്പോൾ സിസ്റ്റം എറർ ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ എറർ ഫ്രീ അല്ല. സിസ്റ്റത്തിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്, തെളിവാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു സർക്കാർ ഒരു സിസ്റ്റത്തെ പൊല്യൂട്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. കൃത്യമായ അന്വേഷണം നടക്കുമ്പോൾ ബാഹ്യ ഇടപെടൽ അതിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു വിശദീകരണം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ഫോൺ കോളിന്റെ ആവശ്യം എന്തായിരുന്നു? അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും കാര്യങ്ങൾ പറയാൻ അറിയാഞ്ഞിട്ടാണോ? അതോ അവർ പറഞ്ഞു വരുമ്പോൾ സത്യം പറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണോ? കാരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ വരുന്നു, കൗണ്ടർ ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പോൾ അതിൽ മറുപടി പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇതുവരെ ഉണ്ടാക്കിയ തിരക്കഥയിൽ നിന്നും സീനുകൾ മാറിപ്പോകുമെന്ന് പേടിച്ചിട്ടാണോ ആ കോൾ എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിലാണ്. ഡോക്ടർ അരുൺ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലെ, ഒരു വകുപ്പിലെ, യൂറോളജി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പിലെ ഉപകരണങ്ങളുടെ അഭാവം എങ്ങനെയാണ് അവിടെ ചികിത്സയെ ബാധിക്കുന്നത്? അവിടെ ശസ്ത്രക്രിയ വൈകിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താൻ കഴിയാതെ പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളുകയും പിന്നീട് പൊതുജന വികാരം തനിക്കെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ ആ വിവാദമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ തന്നെ കണ്ടതാണ്. സർക്കാർ ഈ ഡോക്ടർക്കൊപ്പമായിരിക്കും, അല്ലെങ്കിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുന്ന ഒരു സർക്കാരാണ് എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ഞാനും തെറ്റിദ്ധരിച്ചു പോയിരുന്നു. ഇന്നെന്തായാലും ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയാണോ എന്ന് സാമാന്യ ജനത്തെ പോലെ നോക്കിയിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് സർക്കാരിന്റെ തിരക്കഥയാണോ അതോ ആരോഗ്യമന്ത്രിയുടെ തിരക്കഥയാണോ? ആരാണ് ഈ കഥ എഴുതി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൃത്യമായ ഒരു സംവിധാനം ഇതിന് പിന്നിലുണ്ട്. അതായത് കൃത്യമായ ഒരു സംവിധായകനോ സംവിധായികയോ ഇതിന് പിന്നിലുണ്ട് എന്ന്
എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അപമാനിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനമാണോ എന്നാരെങ്കിലും ചോദിച്ചാലും തെറ്റ് പറയാൻ കഴിയില്ല. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു നുള്ളു മണ്ണ് വീഴാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയമാണ് ഏറ്റെടുക്കേണ്ടത്. പ്രതിപക്ഷം ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ട വിഷയം ഇതാണ്. അതായത് ഒരു അപാകത ചൂണ്ടിക്കാണിച്ച ഒരാളെ വേട്ടയാടി അയാളെ നിശബ്ദനാക്കി ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമമാണോ? അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നടന്ന മറ്റൊരു ശ്രമത്തെക്കുറിച്ച് ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. വിവാദം ഒത്തുതീർപ്പാക്കാൻ എന്നോട് ചില പ്രമുഖർ, ഐ എം കോട്ടിംഗ് ഡോക്ടർ ഹാരിസ്, വിവാദം ഒത്തുതീർപ്പാക്കാൻ ചില പ്രമുഖർ ആവശ്യപ്പെട്ടു. ആരാണ് ആ പ്രമുഖർ? ആരോഗ്യവകുപ്പിലെ തന്നെ പ്രമുഖരാണോ? ആരോഗ്യമന്ത്രിക്ക് അറിയാമോ ഇത് ആരാണ് ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെട്ടതെന്ന്? എന്താണ് ഇതിൽ ഒത്തുതീർപ്പ്? ഇതിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുക. ഡോക്ടർ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ശിക്ഷിക്കുക. അപ്പോൾ ആരോഗ്യവകുപ്പിനും മന്ത്രിക്കും ഒക്കെ എല്ലാവരും കൈയടിക്കും. പക്ഷേ ഡോക്ടർ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കണം. അതർവൈസ് ആണ് പ്രൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായി ആ ഡോക്ടറെ അപമാനിച്ചതിന് അദ്ദേഹത്തിനുണ്ടാക്കിയ മാനസിക വിധയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം വലിയ സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. എത്രമാത്രം സമ്മർദ്ദം ആ മനുഷ്യൻ നേരിടുന്നുണ്ടാകും. അയാൾ ഇത്രയും കാലം, നേരത്തെ പല ചർച്ചകളിലും ഡോക്ടർ അരുൺ തന്നെ ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഡോക്ടർ എങ്ങനെയാണ്, ആ ഡോക്ടർ നമ്മളോട് സംസാരിച്ചത് കോഫി വിത്ത് അരുണിലാണ്. അപ്പോഴൊക്കെ ആ ഡോക്ടർ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് പോയാൽ എനിക്ക് എത്ര വരുമാനം കിട്ടും, അതൊക്കെ ആ ഡോക്ടർ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ വരുമാനം നോക്കാതെ ആതുര സേവനത്തിനായിട്ട് നീക്കിവെച്ച ഒരു മനുഷ്യനെ അപമാനിച്ചില്ലാതാക്കാനായിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് കൂടി നമ്മൾ അറിയണം. കാരണം സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ മുഖം വികൃതമാക്കുന്നതിലേക്ക് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിന് ആയുധമായി എന്നൊരു തോന്നലിൽ ആ ഒരു ഈഗോ പിടിച്ചുകൊണ്ട് ഈ ഡോക്ടറെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നുണ്ട്. ഇതിലും ഭേദം ആ ഡോക്ടറെ അന്ന് അങ്ങ് ടെർമിനേറ്റ് ചെയ്യുന്നതായിരുന്നു. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പാവത്തിനെ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് മോസിലോസ്കോപ്പ്, നെഫ്രോസ്കോപ്പ്, പെട്ടി, ബില്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോയാണ്, കത്തി കയറുകയാണ്. അപ്പോൾ ബില്ല് കൊണ്ടുവന്നു. ബില്ല് എവിടെയെന്ന് തപ്പിപ്പോയപ്പോഴേക്കും ബില്ലല്ല, അത് ചെല്ലാനാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത് അടുത്ത തിരക്കഥയാണ്. അതായത് ഈ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അന്വേഷണം വന്നു നിൽക്കുന്നത്. ഇതായത് നമ്മൾക്കിപ്പോൾ പഠിച്ചുകൊണ്ടുപോയ ഉപന്യാസം ചെറിയ ക്ലാസ്സുകളിലൊക്കെ തെങ്ങിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ പശുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പശുവിനെ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ട് പശുവിനെ കെട്ടിയിരിക്കുന്ന തെങ്ങിനെ കുറിച്ച്, തെങ്ങിന്റെ ഓലയെക്കുറിച്ച്, കേരവൃക്ഷമാണ് തെങ്ങെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപന്യാസം നമ്മൾ എഴുതി, അല്ലെങ്കിൽ ആ ഒരു ഖണ്ഡിക നമ്മൾ എഴുതി പൂർത്തിയാക്കുന്നത് പോലെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ കാണിക്കുന്ന ഒരു വിഡ്ഢിത്തമായി പോയി ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും കാണിച്ചത് എന്നതാണ്. ഇവിടെ കുറ്റം ചാരാനായിട്ടുള്ള, ഇവിടെ മോസിലോസ്കോപ്പും നെഫ്രോസ്കോപ്പും ഒന്നും അല്ല എൻ്റെ സാറേ അന്വേഷിക്കുന്നത്, ഇവിടെ കുറ്റം ചാരാനുള്ള സ്കോപ്പാണെന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കുറ്റം ചാരാനായിട്ടുള്ള ഒരു സ്കോപ്പിലേക്ക് അവർ ഉടനെ തന്നെ എത്തുകയും ചെയ്യും. ഇവിടെ വീണ ജോർജ് ഈ മോഴ്സിലേറ്ററിന്റെ, അതാണ് പ്രധാന ഉപകരണം, മോഴ്സിലേറ്ററിന്റെ ഭാഗമായിട്ടുള്ള മോഴ്സിലോസ്കോപ്പ് കാണാനില്ല എന്ന് അന്വേഷണ സംഘം അറിയിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുമ്പോൾ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ തീയതി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓഗസ്റ്റ് 2 ഡോക്ടർ ഹാരിസ് ഈ പോസ്റ്റ് ഇടുന്നത്. തീയതി ശ്രദ്ധിക്കണം, ഓഗസ്റ്റ് 2 മോഴ്സിലേറ്റർ എന്താണ്, മോഴ്സിലോസ്കോപ്പ് എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഡോക്ടർ ഹാരിസ് പോസ്റ്റ് ഇടുന്നത്. അതിനുശേഷം അദ്ദേഹം അത് ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. അവിടെ മുതൽ തന്നെ ഈ പ്രമുഖ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ ഉപകരണത്തെക്കുറിച്ച് പറയുന്നത് കൂടി ഞാനൊന്ന് പറയാം. അതായത് പുതുതായി വാങ്ങിക്കൊണ്ട് വെച്ചു എന്നാണല്ലോ പറയുന്നത്. പക്ഷേ മനസ്സിലാക്കണം സാർ, അതിന്റെ ഉൽപ്പാദനവും വിൽപ്പനയും ഒക്കെ പ്രധാന കമ്പനികളൊക്കെ നിർത്തിയ ഒരു ഉപകരണമാണ് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം FDA മുന്നറിയിപ്പാണ്. സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആരോഗ്യമന്ത്രിക്കും കാണാം. പ്രശസ്ത മെഡിക്കൽ കമ്പനികളൊക്കെ ഇതിന്റെ ഉൽപ്പാദനവും വിപണനവും ഒക്കെ നിർത്തിയ സാധനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി 4-ാം തീയതി അവധിയിൽ പ്രവേശിച്ച ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ കയറുന്നത് എപ്പോഴാണ്? 5-ാം തീയതി, തൊട്ടടുത്ത ദിവസമാണ്. അന്ന് ഈ താക്കോൽ കൊടുത്തത് ഏതെങ്കിലും ഒരു ഡോക്ടർക്കല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോണി തോമസ് ജോണിനാണ് ഡോക്ടർ ഹാരിസ് ഈ താക്കോൽ, മുറിയുടെ താക്കോൽ, അത് സൂപ്രണ്ടോ പ്രിൻസിപ്പലോ ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മറയ്ക്കാനും ഒളിക്കാനും കള്ളത്തരം കാണിക്കാനും ഇതുപോലെ ഒരു ഉപകരണം 2-ാം തീയതി വാങ്ങി ടേബിളിൽ വെച്ചിട്ട് പോകാനും അത്രയ്ക്ക് മണ്ടനാണോ ഡോക്ടർ ഹാരിസ്? കൃത്യമായി അത് തിയേറ്ററിൽ കൊണ്ടുവയ്ക്കില്ലേ? അല്ലാതെ മേശപ്പുറത്ത് ഇതിങ്ങനെ വന്ന് ഈ കൊറിയർ വന്ന സാധനം ഇതേപടി വെച്ചിട്ട് 2-ാം തീയതി വെച്ച സാധനം 4-ാം തീയതി വരെ അദ്ദേഹം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് എടുത്തു മാറ്റില്ലേ? അപ്പോൾ ഈ കള്ളത്തരമൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ഇതിൽ പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ മുറി തുറന്ന 5-ാം തീയതി ഈ പരിശോധന നടത്തുമ്പോൾ, ചൊവ്വാഴ്ച 5-ാം തീയതി ഓഗസ്റ്റ് 5-ന് പരിശോധന നടത്തുമ്പോൾ അന്ന് അത് വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോഗ്രഫി, അതായത് വീഡിയോ തെളിവുകൾ കയ്യിലുള്ള സാധനത്തിനാണ്. പിന്നെ നോക്കിയപ്പോൾ കണ്ടു, ആ വീഡിയോ പരിശോധിച്ചാൽ അന്ന് ആ പെട്ടി ഉണ്ടായിരുന്നോ എന്നറിയാമല്ലോ. അതിനുശേഷം 7-ാം തീയതിയാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ജീവനക്കാരും എല്ലാവരും ചേർന്ന് പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഈ 2-ാമത്തെ പെട്ടി കാണുന്നത്. മാത്രമല്ല പെട്ടി കണ്ട ഉടൻ തന്നെ പൂട്ടി, മറ്റൊരു പൂട്ടിട്ട് താക്കോൽ വേറെയാക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത കാര്യങ്ങളിൽ എത്രത്തോളം വിശ്വാസത്തോടെയാണ് ഈ ഡോക്ടർ ഹാരിസ് ഈ താക്കോൽ ഏൽപ്പിച്ചിട്ട് പോയത്? അത്ര പോലും വിശ്വാസമില്ല, മറ്റൊരു പൂട്ടിട്ട് പൂട്ടുകയാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഇട്ട ഈ പൂട്ടെന്ന് പറയുന്നത് അത് മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമായിട്ടുള്ള പൂട്ടാണെന്നതാണ് എൻ്റെ ഈ കാര്യത്തിൽ അഭിപ്രായം. 2 ലക്ഷം രൂപയാണ് ഈ ഉപകരണം റിപ്പയർ ചെയ്യാൻ എറണാകുളത്തെ കമ്പനി ആവശ്യപ്പെട്ടത് എന്നുകൂടി ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട്. 15 വർഷം പഴക്കമുള്ള നെഫ്രോസ്കോപ്പുകളാണ് ആ പെട്ടിയിലിരിക്കുന്നത്. വലിയ പെട്ടിയിൽ, ചെറിയ പെട്ടിയല്ല, വലിയ പെട്ടി. അപ്പോൾ ഈ പെട്ടിയിൽ അടയ്ക്കാനായിട്ടുള്ള ഒരു സ്കോപ്പാണ് ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിൽ ഇപ്പോൾ നോക്കുന്നത്. അത് നടക്കില്ല. കേരളം ഇക്കാര്യത്തോട് പ്രതികരിക്കും. പ്രതിപക്ഷം ഇതിലൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. Meet the editors.